മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് നിരാശ. സീസൺ അവസാനിച്ചതും ഏലക്ക മുഴുവനായി വിറ്റഴിഞ്ഞതും ഉൽപാദനത്തിലുണ്ടായ കുറവുമാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. ശരാശരി വില 3000 കടന്നിട്ടും കർഷകർക്ക് വേണ്ടത്ര പ്രയോജനം ലഭിക്കുന്നില്ല. ഉൽപാദനവും ലേലകേന്ദ്രങ്ങളിൽ പതിവും കുറഞ്ഞതോടെ 1.5 മാസത്തിനു ശേഷം വീണ്ടും ഏലം വില 3000 കടന്നു. കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ 3196 രൂപ വരെ ഏലത്തിന് ശരാശരി വില ലഭിച്ചു. 1.5 മാസം മുമ്പ് 2 ലേലത്തിലായി 1 ലക്ഷത്തിലധികം കിലോഗ്രാം പതിവുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലെ അവസാന ലേലത്തിൽ 2 ലേലകേന്ദ്രങ്ങളിലായി ആകെ 87,048 കിലോഗ്രാം ഏലക്കയാണ് പതിഞ്ഞത്. സീസൺ കഴിഞ്ഞതോടെ ഉൽപാദനത്തിലുണ്ടായ കുറവ് ലേലത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഏലം വിലയിലെ ചാഞ്ചാട്ടം വൻകിട വ്യാപാരികളുടെ ഇടപെടൽ മൂലമാണെന്ന് കർഷകർ പറയുന്നു. ഏലക്കായ്ക്ക് ഏലം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏലക്കായുടെ വിലയെന്ന് പറയുന്നത് ന്യായമായ ഒരു വിലയാണ്. പക്ഷേ ഉൽപാദനമില്ലാത്തതുകൊണ്ട് 1000 കിലോ കിട്ടിയിരുന്ന തോട്ടങ്ങളിൽ ഈ കൊല്ലം 100 കിലോ കാ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 500 കിലോ കായ് ലഭിച്ച ഒരു വ്യക്തി മുൻ വർഷങ്ങളിൽ ലഭിച്ച ആൾക്ക് 50 കിലോ കായ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഏലക്കായുടെ സീസൺ തീർന്നു. ഈ ഒരു 1.5-2 മാസമായുള്ള ഏലക്കായ്ക്ക് ന്യായമായ ഒരു കർഷകൻ ആഗ്രഹിച്ചതായ ഒരു വില ഉയർന്നു വന്നിട്ട് ആ വില വന്ന സമയത്ത് കർഷകൻ്റെ കയ്യിൽ കായില്ലാതെ വന്നു. അപ്പോൾ കായ ഉള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ കച്ചവടക്കാരുടെ കയ്യിലും വൻ തോട്ടക്കാരുടെ കയ്യിൽ കായിരിപ്പുണ്ട്. അതുപോലെ തന്നെ വൻകിട വ്യാപാരികളുടെ കയ്യിൽ കായിരിപ്പുണ്ട്. അതുകൊണ്ട് കർഷകർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കുന്നില്ല. ഉൽപാദനം കൂടുതലുണ്ടായിരുന്നപ്പോൾ വിലയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ച് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയും സീസൺ അവസാനിച്ചപ്പോൾ സ്റ്റോക്കിസ്റ്റുകൾക്ക് ലാഭമുണ്ടാക്കാനായി വിപണിയിൽ ഇടപെടുകയും ചെയ്യുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കർഷകനെ സംബന്ധിച്ച് വില കുഴപ്പമില്ല, അവർ പിടിച്ചു. പക്ഷേ ആരുടെയെങ്കിലും ഏലക്ക ഇല്ലാത്തൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലേലം വിളിക്കുന്ന ആളുകൾ അവരൊത്തുകൊണ്ട് ലേലത്തിലെ വിലയിടിക്കും. വിളിച്ച ഗുണനിലവാരം ഇല്ലാത്തോ വലിപ്പം കുറഞ്ഞ ഏലക്ക വീണ്ടും വീണ്ടും ലേലത്തിൽ കൊണ്ടുവച്ച് വിലയിടിക്കുന്നു. കർഷകരെ സംബന്ധിച്ച് ഉൽപാദന ചെലവ് കൂടുതലാണ്. അതുപോലെ തന്നെ കീടനാശിനി, വളപ്രയോഗം ഇതിനൊക്കെയും വില കൂടുതലാണ്. അപ്പോൾ ആനുപാതികമായിട്ട് അവർക്ക് വില ലഭിച്ചുകൊണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിലയുണ്ട്, പക്ഷേ അവരുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്കില്ല. എല്ലാം കുത്തക വ്യാപാരികളും വൻകിട കച്ചവടക്കാരും വാങ്ങി അരിച്ച് അത് സ്റ്റോക്ക് ചെയ്ത് വലിപ്പം കുറഞ്ഞോ ഗുണനിലവാരമില്ലാത്ത ഏലക്ക സ്റ്റോക്ക് ലേലത്തിലേക്ക് കൊണ്ടുവയ്ക്കുകയും ഇവരെല്ലാം കൂടെ ഒത്തുകൂടി വിലയിടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് കാര്യക്ഷമമായിട്ട് ഇടപെടേണ്ട സർക്കാരോ സ്പൈസസ് ബോർഡ് പ്രതികളോ ഇടപെടുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. സീസൺ ആരംഭിച്ച ജൂണിൽ 2130 രൂപയായിരുന്നു ശരാശരി വില. ജൂലൈയിൽ 2245 രൂപയും ഓഗസ്റ്റിൽ 2300 രൂപ വരെയും ലഭിച്ചു. സെപ്റ്റംബറിൽ 2400 രൂപയും ഒക്ടോബറിൽ 2300 രൂപയുമായിരുന്നു ഏലം വില. നവംബറിലാണ് 3000 തൊട്ടത്. അതിനുശേഷം 1.5 മാസത്തോളം വില ഏറിയും കുറഞ്ഞും ചാഞ്ചാടിക്കൊണ്ടിരുന്നു. സീസൺ അവസാനിക്കാറായതോടെയാണ് ഇപ്പോൾ വില വീണ്ടും 3000 കടന്നത്. എന്നാൽ ഭൂരിഭാഗം ചെറുകിട കർഷകരും ഏലക്ക വിറ്റൊഴിഞ്ഞതിനാൽ വൻകിട കർഷകർക്കും വ്യാപാരികൾക്കും മാത്രമാണ് ഇപ്പോഴത്തെ വില വർധനവിന്റെ പ്രയോജനം ലഭിക്കുക. 2019 ഓഗസ്റ്റിലാണ് ആദ്യമായി ഏലത്തിന്റെ ശരാശരി വില 4000 കടന്നത്.